പാടുണ്ട്. നിങ്ങൾ രാവിലെ ഒന്ന് എഴുന്നേറ്റ് നോക്ക്. രാവിലെ പുലർക്കാലം എഴുന്നേറ്റ് കഴിഞ്ഞാലേ അതിന് സുഖം അറിയൂ. നിങ്ങൾ കേൾക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ തോന്നാം, ഇത് പറയേണ്ട ആവശ്യമില്ല. വൃന്ദാവനത്തെ തിന്നാരേ ഇത് കേൾക്കുമ്പോൾ നല്ല ക്വസ്റ്റ്യൻ. എൻ്റെ അനുഭവം. കാരണം എന്താ, ആ ശബ്ദം പ്രഭാതവുമായി ലയിച്ചു ചേർന്നപ്പോൾ എന്തായി, ഹൃദയത്തിലേക്ക് ജനിച്ച് അത് കയറിയപ്പോൾ, ആ ശബ്ദങ്ങളൊക്കെ അങ്ങോട്ട് കയറിയപ്പോൾ ശബ്ദത്തിൻ്റെ ആ നാഗരികത, നാശത്തിൻ്റെ നാഗരികത നഷ്ടപ്പെട്ടുപോയി. എന്നിട്ടെന്താകാൻ ശബ്ദങ്ങളാണ്. അപ്പോൾ അതാണ് ഈ ഹാ ഹീ ഹൂ. നമ്മൾ ഈ പറയപ്പെടുന്നതായിരിക്കുന്ന എന്തെങ്കിലും രോഗം വന്നല്ലോ സുബാനത്തിൽ കാത്തിരച്ചിട്ട് എങ്കിലും നേരെ പോകുന്നത് എടുത്തേക്കാം ICU നിന്നെ ഞാൻ കണ്ടോളാന്ന്. അതിനകത്ത് കയറിയിട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെന്താക്കല്, ഈ പറയപ്പെടുന്ന നമ്മുടെ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു മഹാനവറുകളാൽ ഉണ്ടാകുന്ന ദിക്റുകൾ, അങ്ങനെ ദിക്ർ വന്നതാണ്. അത് അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു കൊടുത്തതാ. ഇത് കേൾക്കാം. ICU പോയാൽ ഡോക്ടർ ഇങ്ങനെ ഇനി മേലോട്ട് പോയിട്ട് ഇങ്ങനെ പൊന്തിക്കുന്ന ഇവൻ്റെ ശ്വാസം യന്ത്രങ്ങളുണ്ടല്ലോ, അത് ആ യന്ത്രങ്ങളിൽ നിന്ന് പുറത്തോട്ടേക്ക് പോയിപ്പിക്കുന്നു. ഹൂന്നും ഹീന്നും പറഞ്ഞിട്ട്. അപ്പം നിൻ്റെ മനസ്സിനെ നന്നാക്കി എടുക്കുന്ന ആ സാധനം, അതിനെ അനോക്തുമിൻ റൂഹി. അങ്ങനെയാ. കുല്ലു നഫ്സുൻ യഖ്റുജു ബിഗൈരി ദിക്രില്ലാഹി ഫഹുവ ഐബുൻ. കുല്ലു നഫ്സുൻ ഓരോ ശ്വാസോച്ഛ്വാസത്തിനുണ്ടാവുന്ന അവസ്ഥകളിൽ നിന്നുണ്ടാവുന്ന ദുർമാലിന്യങ്ങൾ, വിഷമങ്ങൾ, ഓരോ അസൂയകളൊക്കെ അതിൽ പെട്ടുകഴിഞ്ഞാൽ അത് മാലിന്യമാണ്. അപ്പോൾ അള്ളാഹുവിലേക്ക് ഓർക്കുക. ഹാ ഹീ ഹൂ. കുറേ കാലം കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാം പറ്റൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാം പറ്റൂല, ചെല്ലാൻ പാടില്ലെന്ന് പറയും. ആര്? ഗവൺമെൻറ്റല്ല, നാട് ഭരിക്കുന്ന രാജാവ്, ഖബർ രാജാവ് പറയൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാം പാടില്ല. ഖബർ എല്ലാം രാജാവ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ പരസീസ് രാജാവ് ഉണ്ടാവും. അപ്പോൾ അവൻ പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാം പറ്റൂല. അതിനിപ്പോൾ ഉണ്ടാക്കണ്ടേ? ജുനൈദുൽ ബഗ്ദാദി രംഗത്ത് വന്നു. ഹാ ഹീ ഹൂ, ഹാ ഹീ ഹൂ. അപ്പോൾ ഇതാക്കുമ്പോൾ വിചാരിക്കുക ഗുരുവിൻ്റെ ചിത്രത്തിൽ ഇങ്ങനെ ഒരു ഒച്ച ഉണ്ടാകുന്നുണ്ട്. ഗുരു ചിത്രം കണ്ട ആളുണ്ടാവും ചിലപ്പോൾ. ഹാ ഹീ ഹൂ. കുരുടന്മാരെല്ലാം ഇങ്ങനെ പോകുന്നതാണ് അല്ലേ? ഗുരുവിൽ ഇങ്ങനെ അല്ലേ? കണ്ടിട്ടുണ്ടോ? ഞാൻ കാണിച്ചു കൊടുത്തിട്ട് ഈ മൊയിലാർക്ക് ഞാൻ കാണിച്ചു കൊടുത്തത് ഗുരുവിൽ ഇരുന്ന്. ഹാ ഹീ ഹൂ. ഈ വടി കൊണ്ട് പോന്നു. ഹാ ഹീ ഹൂ എന്താ പറയുന്നത്? ഈ ഒച്ചയിൽ ആരെങ്കിലും മുമ്പിൽ വന്നു പോയിക്കൊള്ളണമെന്ന്. ശബ്ദം എന്താ? എന്തിനാ കരാട്ട? എന്തിനാ? നമുക്ക് ഈ ദിക്കിനെ കൊണ്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കാത്തോണ്ടല്ലേ. എന്തിനാ കരാട്ട? 3 പ്രാവശ്യം അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവൻ്റെ അലിറുള്ളതാണ്. മറ്റവനോട് പറഞ്ഞു, സുൽഫിക്കറിനോട് എന്താവനോട് പറഞ്ഞു, നിന്നോട് ഞാൻ ഗുസ്തിയുണ്ട്, ഇനി ഒച്ചയിടാൻ പറ്റൂല. ആരോട്? അലിറുള്ളതാനോട്. നിന്നോട് ഞാൻ ഗുസ്തിക്കുണ്ട്, തോക്കുന്നവരും ജയിക്കുന്നവരും പിടിക്കുക, നിന്റെ ഒച്ചേനെ എനിക്ക് പറ്റാത്തത്. ഇത് അലിറുള്ളാന്ന് ഗുസ്തി വിട്ട് മറ്റവൻ്റെ പേരിൻ്റെ എന്തൊക്കെ ഒരു പേര് പറഞ്ഞു. അപ്പോൾ ഓന് ഓടിയ പേര് ഉണ്ടാവില്ല. അതുപോലെ നമ്മൾ ഈ വലിയ വലിയ മസ്താന്മാരൊക്കെ കാണാം. അജ്മീറിൽ വലിയ വലിയ രാജ്യങ്ങളിലൊക്കെ പോയാൽ കാണും വലിയ വലിയ മസ്താന്മാർ. അപ്പോൾ ഈ ശബ്ദത്തിൽ കൂടിയിട്ടല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. നമ്മൾ ശ്വാസോച്ഛ്വാസമാണ്. ഈ ശ്വാസോച്ഛ്വാസം നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഒരു പ്രത്യേക തരത്തിലുള്ള പോക്കാണ്. നമ്മൾ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ, മരണം എന്ന് പറയുമ്പോൾ പേടിക്കാനുള്ള കാരണം എന്താ? മരണം എന്ന് പറയുമ്പോൾ പേടിക്കാനുള്ള കാരണം എന്താ? നമ്മൾ ഈ ജീവിച്ചിട്ട് ഇരുന്ന് പോകുന്നത് ഉറപ്പല്ലേ? പേടിക്കാനുള്ള കാരണം പറഞ്ഞുതരാം. വടകര ഒലിയുന്നതായി ആകാശവാണി. മരണം പേടിക്കാനുള്ള കാരണം, ഞാനൊന്നും ചെയ്തിട്ടില്ല, പാരത്രികമായ ജീവിതത്തിലേക്ക് എത്തിച്ചാൽ
അവിടെ എത്തിയാൽ എനിക്ക് ഉപയോഗപ്പെടുത്തേണ്ട എന്തെങ്കിലും ഉണ്ടോ, അത് ഞാൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് മരണം പേടിക്കുന്നത്. മനസ്സിലായ? അബൂദാബിയിൽ നിന്ന് വരുമ്പോൾ ഒന്നും കൊണ്ടുപോകാനൊന്നും സാധനമില്ല. ഞാൻ നാട്ടിൽ പോകുന്നില്ല, ഞാനേ നാട്ടിൽ പോകുന്നില്ല. നീ പോകുന്നില്ല നാട്ടിൽ? ഇല്ല, ഞാൻ ഒരു 2 കൊല്ലം കൊടുക്കാൻ എൻ്റെ പോകും. കാരണം എന്താ? സംതിങ് ഇപ്പോൾ ഫിനാൻസിനില്ല, സാധനമില്ല, സ്റ്റോക്ക് സാധനം വേണം, എന്തും കൊണ്ടുപോകേണ്ടി. പോക്ക് വാങ്ങി ആളും കടമ്പ് എന്നതുപോലെ നമ്മുടെ ഈ ശ്വാസിപ്പാക്കി ശ്വാസം എടുത്ത ശ്വാസം നമ്മുടെ ധാതുവാണ്, ശരീരത്തിൻ്റെ ശൃംഗാരമാണ്. ഹോ ഹീ ഹു. നിങ്ങളത് ആങ്സൈറ്റി പ്രശ്നങ്ങൾ, എന്തൊക്കെ കുടുംബ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വിഷമാവസ്ഥകൾ വെറുതെ വന്ന് ഇരുന്നിട്ട് ഹാ ഹീ ഹു ഹാ ഹീ ഹു ഒരു 10 വട്ടം പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, തീർന്നു. അല്ല, പൈസ തന്നിട്ടില്ല, 2 കോടി അല്ലെങ്കിൽ 1.5 കോടി അല്ലെങ്കിൽ 10 കോടി നാളെ രജിസ്റ്റർ പൈസ ഇപ്പം എന്ത് കിട്ടും? ഇതും കൊണ്ടുപോകാൻ നടന്നാൽ ആകാമായിരുന്നു. അപ്പം പിന്നെന്തായി? ഇവൻ്റെ നെഫ്സിനെ പിടിക്കാം. നെഫ്സിനെ പിടിച്ചിട്ട് പറയുക ഹാ ഹീ ഹു ഹാ ഹീ ഹു ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ പോസ്റ്റ്. ഹലോ കിട്ടീനാ? ഹലോ കിട്ടീനി? നിങ്ങൾ അനുഭവിച്ചൊക്കെ ചെല്ലിക്കൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ചെല്ലുന്ന ദിക്കറ് ശരീരത്തിൻ്റെ കോശങ്ങൾ നന്നാവാൻ മഹാന്മാരായ അബുൽ ഹസനാലി ഷാദുൽ റഹ്മത്തുള്ളാഹി അലൈഹി വേറെ ഒരു മൈലാർക്കാർക്കും കഴിയില്ല. വേറെ മൈലാർക്ക് വെറുതെ നഖം വളർത്തിയിട്ട് ഇങ്ങനെ കിടത്താം. നഖം വളർത്തി, മുടി വളർത്തി, അത് വളർത്തി, ഇത് വളർത്തിയിട്ട് വലിയ നീളത്തിൽ, കാലി നീളത്തിൽ ഇത് കറാമത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ കളിക്കും. അപ്പോഴാണ് അബുൽ ഹസൻ ഷാദുൽ അവിടെ പോയത്. ഈ കാണപ്പെടുന്ന മുഴുവൻ മൈലാക്കന്മാരാണ്. ഇമാം മർസി റഹ്മത്തുള്ളാഹി അലൈഹി പാടുന്ന രാഗങ്ങളാണ്. ഇമാം അബ്ബാസ് ബിൻ റളിയല്ലാഹു അൻഹു, അബ്ബാസുൽ മർസി റഹ്മത്തുള്ളാഹി. കേൾക്കുമ്പോൾ തന്നെ ഒരു സംഗീത ആലാപനം പോലെ ഇല്ലേ? ഉണ്ട്. സംഗീതം ആയതുകൊണ്ട് സംഗീതം എന്ന് പറഞ്ഞാൽ മ്യൂസിക് എന്ന് അർത്ഥം. മ്യൂസിക് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആറാമെന്ന്. വിവരമില്ലാത്തതുകൊണ്ട് മ്യൂസിക് ആറാമെന്ന് പറയുന്നത്. വിവരക്കേടെന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ റഹ്മത്തുള്ളാഹി കാസിമലാലെന്ന് പറഞ്ഞു. വിവരമില്ലാത്തതുകൊണ്ട് തന്നെ പറഞ്ഞില്ല. ഒന്നിനെ കുറിച്ചിട്ട് വീട്ടിൽ അവർ യൂസ്ലെസ്സോ നാശോസോ പിന്നെ നരകവാസിയൊന്നുമല്ല, വിവരമില്ല. കാരണം എന്താ? അതിനെപ്പറ്റി അറിയില്ല. മ്യൂസിക് എന്ന് പറഞ്ഞാൽ സ്വരങ്ങളാണ്, ശബ്ദരാഗങ്ങളാണ്, അക്ഷരങ്ങളെ വേർതിരിച്ചെടുക്കുന്ന ഒരു രാഗങ്ങളാണ് മ്യൂസിക്. അതിന് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയോ? സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ താഹ റസൂലില്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ താസീൻ ഹബീബില്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. പണ്ട് മൈലാക്കന്മാർ തങ്ങന്മാരെല്ലാം ചെല്ലുന്ന പാട്ടത്. ഭയങ്കര വലിയ കുശിയിൽ പാടുന്ന പാട്ടാണ്. അല്ലാതെ സുഖം കിട്ടുമെന്ന് എന്ത് മ്യൂസിക്കിന് കലയാവും. ഈ പാട്ട് എന്താന്ന് തന്നെ ഈ ട്യൂണിലാണല്ലോ ആകർഷിക്കപ്പെടുന്നത്. സലാത്തിലും അള്ളയിലല്ലല്ലോ. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ താഹ റസൂലില്ലാഹ്. ഇനി ഫോൺ എടുക്കുക. वो अपना दिल दुआवाया न जाने किस पाएगा. दो अपना दिल जोड़ी वाकर पढ़ते मोहम्मद राफी शंकर जी संगीत नहीं है. दो अपना दिल दुआवाया न जाने किस पे आएगा. സലാത്തുല്ലാഹ് സലാമുല്ലാഹ്. എത്ര കാലം ഓടിപ്പാടി. മിനാന്നേതോ റംലാബികത്തിൻ്റെ പാട്ട് വലിയ മെഹബൂബ് അല്ല, റംലാബികം പാടിയതാണ്. റംലാബികം പാടിയ പാട്ട് ആ പാട്ടാണ്. അത് ഇയാൾ നമുക്ക് പാടാൻ പാടില്ല. അപ്പൊ സംഗീതം മ്യൂസിക് എന്ന് പറഞ്ഞാൽ പഠിച്ച് മനസ്സിലാക്കാം. നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾക്ക് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മൾ ആങ്സൈറ്റി
ഡിപ്രഷൻ, ഞങ്ങളെ മുസീബത്ത്, ഞങ്ങളുടെ ഹമ്മ് ഇതൊക്കെ ഒഴിച്ച് മാറ്റുമാരി ഇവർ ചെത്തി കൊണ്ടുപോകും ശേഖങ്ങൾ. കേൾക്കുമ്പോൾ എനിക്ക് പാടുന്നത് അല്ല, അതെന്താ പാടുന്നത്? മുഹമ്മദാൻ فبأي آلاء ربكما تكذبان. സുബ്ഹാനല്ലാഹ്. യമൻ രാഗം, ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ രാഗം. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ രാഗം ഇമാം ബിലാൽ. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ, ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ താലിബ് കറമല്ലാഹു അൻഹു, ഇങ്ങനെയുള്ള മഹാന്മാരൊക്കെ അന്ന് പാടിയ ബൈത്തുകൾ, ഒരേ ബൈത്തുകൾ ഇങ്ങനെ ചെയ്യും. മുഹമ്മദുൻ അസ്റഫുൽ അറാബി വൽ അജ്മി മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമി. ബിലാൽ രാഗം